KPCC പുനഃസംഘടനയിൽ വീണ്ടും ജംബോ പട്ടിക. സെക്രട്ടറിമാരുടെ എണ്ണം 100 കടക്കും. അതേസമയം പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാത്തതിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിഭീഷണി മുഴക്കിയിരിക്കുകയാണ് എൻ ശക്തൻ. കേരളത്തിൽ സജീവമാകാനുള്ള KC വേണുഗോപാലിൻ്റെ നീക്കത്തിൽ കോൺഗ്രസിൽ പുതിയ പോർമുഖം തുറക്കുകയാണ്. കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിരവധി പുതിയ വിവരങ്ങൾ തന്നെയാണ് വരുന്നത്. നൃപൻ വിശദാംശങ്ങളുമായി ചേർന്നു. നൃപൻ, ആദ്യം മുമ്പ് വന്ന ജംബോ ഭാരവാഹി പട്ടിക പോലെ തന്നെ അടുത്തൊരു ജംബോ പട്ടികയാണോ കോൺഗ്രസ് സെക്രട്ടറിമാരുടേത് വരാൻ പോകുന്നത്? അതിൻ്റെ കരട് രൂപമായി എന്നാണ് പറയപ്പെടുന്നത്, അല്ലേ? തീർച്ചയായും ശരത്ത്, നേരത്തെ KPCC ജനറൽ സെക്രട്ടറിമാരുടെയും വൈസ് പ്രസിഡന്റിന്റെയും ട്രഷററുടെയും ലിസ്റ്റ് തന്നെ 76 കടന്നിരുന്നു. ഇനി KPCC സെക്രട്ടറിമാരുടെ പട്ടികയാണ്. അത് 100 കടക്കും എന്നതാണ് കരട് പട്ടികയിൽ പറയുന്നത്. കരട് പട്ടിക AICC നേതൃത്വത്തിന് ശരത്ത് പറഞ്ഞതുപോലെ തന്നെ കൈമാറിക്കഴിഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ KPCC സെക്രട്ടറിമാരുടെ പട്ടികയും വരും. ഒപ്പം തന്നെ ഇനി എക്സിക്യൂട്ടീവ് വരെയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് 250 മേളിലിട്ട് 300 അടുപ്പിച്ച് ഇനി KPCC ഭാരവാഹികളുടെ പട്ടിക ജംബോ ആയി തന്നെ തുടരും. ഈ പറഞ്ഞ സെക്രട്ടറിമാരുടെ പട്ടികയിൽ സംബന്ധിച്ച് സമവായം ഉണ്ടാക്കാൻ, അതായത് ദളിത് യുവജന പ്രാതിനിധ്യം സംബന്ധിച്ച് നേരത്തെ പരാതി ഉണ്ടായിരുന്നു. വിവിധ സമുദായ സംഘടനകളുടെ പരാതി ഉയർന്നു വന്നിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പരമാവധി സമവായം ഉണ്ടാക്കി ഈ ഗ്രൂപ്പുകളുടെ എതിർപ്പ് കൂടി മറികടക്കാൻ കണക്കാക്കിയിട്ടുള്ളൊരു ലിസ്റ്റാണ്, കരട് പട്ടികയാണ് AICC നേതൃത്വത്തിന് കൈമാറിയിട്ടുള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഈ പട്ടിക 100 120 ഒക്കെ ആകാനുള്ള സാധ്യതയുണ്ട്. പരമാവധി 100 കവിയും എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെയാണ് എങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുല്ലപ്പള്ളിയുടെ കാലത്താണ് ഏറ്റവും വലിയ ജംബോ പട്ടിക ഉണ്ടായിരുന്നത് സമീപകാലത്ത്. അതിനുശേഷം K. സുധാകരൻ വന്നപ്പോൾ പട്ടിക ചുരുക്കുകയും ഒരു ലീഡർഷിപ്പ് എന്ന നിലയിൽ ഒരു പട്ടിക ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവന്നത് K. സുധാകരനാണ്. വീണ്ടും ജംബോ പട്ടികയുടെ ഏറ്റവും ഈ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജംബോ പട്ടികയായി ഈ KPCC ഭാരവാഹി പട്ടിക മാറുമെന്ന കാര്യം ഉറപ്പായി. ഒപ്പമാണ് ശരത്ത് സൂചിപ്പിച്ച തിരുവനന്തപുരത്ത് നേരിടുന്ന പ്രതിസന്ധി. തിരുവനന്തപുരത്ത് താൽക്കാലിക അധ്യക്ഷൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി. പണ്ട് മുല്ലപ്പള്ളിയുടെ കാലത്തെ ജംബോ പട്ടികയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അക്കാലത്ത് വന്നിട്ടുള്ള ഏറ്റവും രസകരവും ശ്രദ്ധേയമായ ഒരു വാർത്ത, ഈ ഭാരവാഹികളായവർ പലരും KPCC അംഗങ്ങൾ പോലും ആയിരുന്നില്ല എന്ന് പറയുന്ന തരത്തിലൊക്കെ അന്ന് വാർത്തകളുണ്ടായിരുന്നു. ഈ ജംബോ പട്ടിക വരുമ്പോൾ അതിനും പുതിയ സാധ്യതകൾ ഉണ്ട്, സംഭവിച്ചേക്കാം. തീർച്ചയാണ്. കാരണം ഈ ജനറൽ സെക്രട്ടറിമാരുടെ തന്നെ ഈ ഏത് പ്രാതിനിധ്യത്തിലാണ് പലരും വന്നത്, ഈ വനിതകളെ പരിഗണിച്ചത് എങ്ങനെയാണ്, മറ്റ് ചില സ്ഥലങ്ങളിൽ നിന്ന് ചില ഭാരവാഹി പട്ടികയിലേക്ക് തിരുവനന്തപുരത്ത് തന്നെ 3 വൈസ് പ്രസിഡന്റുമാർ വന്നു. ഇതൊക്കെ തന്നെ നിലവിലുണ്ടായിരുന്ന ജനറൽ സെക്രട്ടറിമാരെ പലരെയും തഴയുകയും ചെയ്തു. ഈ തഴഞ്ഞതിലെ മാനദണ്ഡം എങ്ങനെയാണ്, പുതുതായി ഉൾപ്പെടുത്തിയതിലെ മാനദണ്ഡമാണ് ഏതെങ്കിലും പോഷക സംഘടന പ്രവർത്തിച്ച പരിചയമാണോ മാനദണ്ഡങ്ങൾ? അങ്ങനെയാണെങ്കിൽ യുവജന രംഗത്ത് നിന്ന് പ്രാതിനിധ്യം വന്നത് ശബരിനാഥന് മാത്രമാണ്. ഈ രാഷ്ട്രീയകാര്യ സമിതിയിൽ പ്രാതിനിധ്യം വന്നപ്പോൾ പല മാനദണ്ഡവും തെറ്റിയതിൻ്റെ ഭാഗമായിട്ടാണ് ചാണ്ടി ഉമ്മൻ പരസ്യമായി പ്രതികരിച്ചത്. ശശി തരൂർ മുന്നോട്ട് വെച്ച ഭാരവാഹികൾ പലരും ഭാരവാഹി പട്ടികയിൽ ഉണ്ടായില്ല. I ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം സംഭവിച്ചു. രമേശ് ചെന്നിത്തല വലിയ എതിർപ്പ് രേഖപ്പെടുത്തി. A ഗ്രൂപ്പ് AICCക്ക് പരാതി നൽകി. ഇങ്ങനെയുള്ള പട്ടികയെ സംബന്ധിച്ച വലിയ തരത്തിലെ പരാതികൾ മാനദണ്ഡം സംബന്ധിച്ചുണ്ട്. ഇനി ജനറൽ സെക്രട്ടറിമാരെ സംബന്ധിച്ച് വരുമ്പോൾ ഒരു തരത്തിലും ഈ ഏത് തരത്തിലുള്ള മാനദണ്ഡമാണ് വരിക, സാമുദായിക മാനദണ്ഡമാണ് വരിക, ഗ്രൂപ്പുകളുടെ മാനദണ്ഡമാണോ വരിക എന്ന കാര്യം ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. മുമ്പ് K. സുധാകരൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരാൾ വന്ന് അദ്ദേഹത്തിനോട് പരിചയപ്പെട്ടിട്ട് ഞാൻ KPCC സെക്രട്ടറിയാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സ്വയം പരിചയപ്പെടുത്തുമ്പോൾ ഇവിടുത്തെ സെക്രട്ടറി എന്ന് തിരിച്ചു ചോദിച്ചു എന്ന് സുധാകരൻ തന്നെ പറയുന്നു. സുധാകരന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത സെക്രട്ടറിമാരുണ്ടായിരുന്നു ഒരു കാലത്ത് കോൺഗ്രസിന്. അതേപോലത്തെ അവസ്ഥ വീണ്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് സംജാതമാകുന്ന അവസ്ഥയാണ്. മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയത് തിരുവനന്തപുരത്തുള്ള പ്രതിസന്ധിയാണ്. തിരുവനന്തപുരത്ത് താൽക്കാലിക അധ്യക്ഷനായി തുടരുന്ന എൻ ശക്തൻ ആ പദവിയിൽ തുടരാൻ കഴിയില്ല. ഇനിയും തന്നെ പദവിയിൽ തുടരാൻ നിർബന്ധിക്കുകയാണെങ്കിൽ താൻ രാജിക്കത്ത് നൽകും എന്ന നിർദ്ദേശം അദ്ദേഹം ഈ നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. കാരണം തിരുവനന്തപുരത്ത് ചെമ്പഴന്തി അനിലിനെ തന്നെ DCC അധ്യക്ഷനാക്കണം എന്ന നിലപാടിൽ VD സതീശൻ ഉറച്ചു നിൽക്കുകയാണ്. മറ്റ് പല പേരുകളും നേതാക്കൾ മുന്നോട്ട് വച്ചിട്ടും ഇതിലൊന്നും VD സതീശൻ വഴങ്ങുന്നില്ല. അതാണ് തിരുവനന്തപുരത്ത് DCC അധ്യക്ഷന്റെ കാര്യത്തിൽ തീരുമാനം വൈകുന്നത്. എൻ ശക്തന് പ്രശ്നം K. മുരളീധരൻ ചെമ്പഴന്തി അനിലിനെതിരാണെന്നും പറയപ്പെടുന്നുണ്ടല്ലോ. അനിലിനെതിരെ നിരവധി ആരോപണങ്ങൾ, റെഡ് ക്രോസുമായി ബന്ധപ്പെട്ട നിലവിൽ കേസുണ്ട്, ശിശുക്ഷേമ സമിതിയുമായി ബന്ധപ്പെട്ട നിലവിൽ കേസ് നേരിടുന്നു. നിരവധി സാമ്പത്തിക അഴിമതിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ അദ്ദേഹം പ്രതിയായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നടപടിയടക്കം പോലീസ് സ്വീകരിച്ചെന്ന കേസാണ്. അതുകൊണ്ട് അത്തരം ഒരാളിനെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വയ്ക്കുകയാണെങ്കിൽ മുരളീധരൻ പറഞ്ഞ നിർദ്ദേശമാണ്, മറിച്ച് നമുക്ക് ഇനി വിശദീകരണം നൽകുക DCC അധ്യക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിക്കേണ്ടി വരും. അതുകൊണ്ട് ഇനിയൊരു വിവാദത്തിൽ പോകരുത്, അതുകൊണ്ട് ശക്തൻ തുടരട്ടെ എന്ന നിലപാടെടുത്തു. മറ്റ് പല പേരുകൾ മുന്നോട്ട് വെച്ചു. പക്ഷേ ഈ പേരുകളിലൊന്നും VD സതീശൻ വഴങ്ങുന്നില്ല. അങ്ങനെയാണ് കേവലം 10 ദിവസത്തിന് വേണ്ടി മാത്രം DCC അധ്യക്ഷ ചുമതല നൽകും എന്ന് ശക്തനെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നു. പക്ഷേ അത് അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്തു. പക്ഷേ മാസങ്ങൾ പിന്നിട്ടിട്ടും അദ്ദേഹത്തിൻ്റെ പദവിയിൽ നിന്ന് മാറ്റുന്നില്ല. 3 മാസമായിരിക്കുകയാണ്
ഒരാഴ്ചത്തെ ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് താൽക്കാലിക പ്രസിഡന്റായി DCC പ്രസിഡന്റായി ശക്തനെ കൊണ്ടുവന്നു ഇപ്പോൾ നിർഭൻ പറഞ്ഞതുപോലെ. പക്ഷേ 3 മാസം കഴിഞ്ഞിട്ടും മാറ്റം ഉണ്ടാകുന്നില്ല. അദ്ദേഹത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന ആഗ്രഹവുമായി നിൽക്കുന്നു. കഴിഞ്ഞ തവണയും തോറ്റയാളാണ്. അതേസമയം തന്നെ ഈ പുനഃസംഘടന വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന KPCC വൈസ് പ്രസിഡന്റ് സ്ഥാനവും നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ? തീർച്ചയാണ്. അത് ഞാൻ പറയാൻ വരികയായിരുന്നു ശരത്ത്. അദ്ദേഹത്തിന് നിലവിൽ KPCC വൈസ് പ്രസിഡന്റ് സ്ഥാനം ഉണ്ടായിരുന്നു. അപ്പോൾ താൽക്കാലികമായി ഈ ചുമതല വഹിക്കുക, വൈസ് പ്രസിഡന്റായി ഭാരവാഹി തുടരാം. അത് കഴിയുമ്പോഴേക്കും ആ ഭാരവാഹിത്വം നിന്നുകൊണ്ടിരുന്ന തിരഞ്ഞെടുപ്പിനെ നേരിടാം. അദ്ദേഹം ചില മണ്ഡലങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്, തിരുവനന്തപുരത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ജോലി DCC അധ്യക്ഷനുണ്ട്. യോഗങ്ങൾ ചേരണം, സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. ഇതിനൊന്നും ഓടി നടക്കാൻ തനിക്ക് സമയം ലഭിക്കില്ല. താൻ ആ നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു കൊള്ളട്ടെ എന്ന് KC വേണുഗോപാലിനടക്കം അറിയിച്ചതാണ്. പക്ഷേ ഇപ്പോൾ നിലവിലെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് നേതാക്കൾ നേരിടുന്ന വെല്ലുവിളി, ശക്തൻ പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കാൻ ലീഡർഷിപ്പ് തയ്യാറാണ്, അദ്ദേഹത്തിന് ഒഴിവാക്കാനും തയ്യാറാണ്. പക്ഷേ പകരം നിശ്ചയിക്കുന്ന പേര് ചെമ്പഴന്തിയലിനെ അംഗീകരിക്കാൻ തിരുവനന്തപുരം ജില്ലയിലെ മുതിർന്ന നേതാക്കളും ഭൂരിപക്ഷ നേതാക്കളും തയ്യാറാകുന്നില്ല. A ഗ്രൂപ്പും I ഗ്രൂപ്പും അംഗീകരിക്കുന്നില്ല. മുരളീധരൻ ഇക്കാര്യത്തിൽ കടുത്ത എതിർപ്പാണ്. VD സതീശൻ്റെ ഒറ്റ വാശിയിലാണ് ചെമ്പഴന്തി അനിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ വൈകുന്നതുകൊണ്ട് ശക്തൻ തുടരുമെന്ന് പറയുന്നു. ശക്തൻ വ്യക്തിപരമായി അനുഭവിക്കുന്ന പ്രതിസന്ധി, അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം പോയി, അദ്ദേഹം നിയമസഭയിൽ മത്സരിക്കാനുള്ള സമയം ലഭിക്കുന്നില്ല. അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് അദ്ദേഹത്തിന് ആ മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കണം. ഒപ്പം തന്നെ ഈ പ്രസിഡന്റ് സ്ഥാനം തുടരാനാകില്ല എന്ന നിർദ്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇനിയും അദ്ദേഹത്തെ തുടരാൻ നിർബന്ധിക്കുകയാണെങ്കിൽ രാജിയിലേക്ക് പോകുമെന്ന അന്ത്യം ഒരു വെല്ലുവിളി ഇക്കാര്യത്തിൽ നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. ശരത്. നിർഭൻ, അതുപോലെ തന്നെ മറ്റൊരു ഭാഗം നിർഭൻ റിപ്പോർട്ട് ചെയ്തതിൽ വളരെ കുറച്ച് വിശദാംശങ്ങൾ അറിയേണ്ടതുള്ളത്, ഇപ്പോൾ KC വേണുഗോപാൽ കേരളത്തിൽ കൂടുതൽ കേന്ദ്രീകരിക്കും. പറയുമ്പോൾ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. പക്ഷേ കേരളത്തിൽ അദ്ദേഹം കൂടുതലായി കേന്ദ്രീകരിക്കുന്നു. കൂടുതൽ സമയം ഇവിടുത്തെ രാഷ്ട്രീയ വിഷയങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ കൂടുതലും വരുന്നത്. ഏറിയ പങ്കും ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടൊക്കെ എത്രമാത്രം അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് എന്ന് അറിയില്ല. പക്ഷേ കേരളത്തെക്കുറിച്ച് പറയാനാണ് അദ്ദേഹത്തിന് ഇപ്പോൾ കൂടുതൽ താല്പര്യം. ഇത് യഥാർത്ഥത്തിൽ ഏതൊക്കെ തരത്തിലാണ് ഒരു പുതിയ ധ്രുവീകരണം കോൺഗ്രസ് സംഘടനയ്ക്കകത്ത് ഗ്രൂപ്പുകളുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് രമേശ് ചെന്നിത്തലയെ ഒഴിവാക്കി പ്രതിപക്ഷ നേതാവായി VD സതീശൻ വരുമ്പോൾ AI ഗ്രൂപ്പുകളെ വെട്ടി അങ്ങനൊരു തീരുമാനത്തിന് ഹൈക്കമാൻഡിൻ്റെ കൃത്യമായ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. 2 ഗ്രൂപ്പിൽ നിന്നും MLA മാരെ അടർത്തിയെടുത്തൊക്കെയാണ് അന്ന് നടത്തിയത്. അതിലുണ്ടായിരുന്നവരുടെ ഇടയിൽ ഭിന്നത സംഭവിച്ചു. അന്നിപ്പോൾ ഷാഫി പറമ്പിലാവട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് ഈ പറഞ്ഞതുപോലെ AP അനിൽകുമാർ, അങ്ങനെ പലരും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിലൊരു ഭിന്നത വന്നിട്ടുണ്ടോ? AP അനിൽകുമാറും അതുപോലെ തന്നെ ഷാഫി പറമ്പിലുമൊക്കെ KC വേണുഗോപാലിന് ഒപ്പം നിൽക്കുകയും VD സതീശൻ അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകൾ ഒന്ന് അകന്നു നിൽക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലൊരു പുതിയ ഇക്വേഷൻ രൂപപ്പെടുന്നുണ്ടോ ഈ നിലവിലെ നേതൃത്വത്തിനകത്ത് തന്നെ? തീർച്ചയായും കേരള രാഷ്ട്രീയത്തിൽ ലക്ഷ്യമിട്ട് ശ്രദ്ധ ഊന്നാനുള്ള ശ്രമം KC വേണുഗോപാൽ നേരത്തെ തന്നെ ആരംഭിച്ചതാണ്. പക്ഷേ ഈ KPCC പുനഃസംഘടനയോടുകൂടി അദ്ദേഹം കൂടുതൽ വ്യക്തമായി വെളിച്ചു തോന്നും. ഒപ്പം തന്നെ നമ്മൾ പലരും പറയാതെ പോയ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. കാരണം AICC പുനഃസംഘടന, ബീഹാർ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം AICCയിൽ ചെറിയ അഴിച്ചുപണി ഉണ്ടാവും. അത് ആണ് KC വേണുഗോപാൽ കേരളത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു മറുഭാഗം. അത് കൂടുതൽ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. അദ്ദേഹത്തെ AICC ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥാനം ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം നഷ്ടമാകും. ആ പദവിയിലേക്ക് സച്ചിൻ പൈലറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് അതിനുശേഷം പുനഃസംഘടനയുണ്ടായി വർക്കിംഗ് പ്രസിഡന്റുമാർ 3 പേരെ ഉൾപ്പെടുത്തും. അതിൽ ഒരാളായി ചുരുങ്ങാൻ ഏക പദവിയിൽ നിന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിൽ നിന്ന് KC വേണുഗോപാൽ വർക്കിംഗ് പ്രസിഡന്റ് പദവിയിലേക്ക് ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട്. മറിച്ച് അങ്ങനെയാണ് എങ്കിൽ സച്ചിൻ പൈലറ്റ് വരുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഏറെക്കുറെ അദ്ദേഹത്തിൻ്റെ പ്രതാപകാലം അസ്തമിക്കാൻ പോകുന്നുണ്ട്. ഇതുകൂടി KC വേണുഗോപാൽ മനസ്സിലാക്കുന്നുണ്ട്. KC വേണുഗോപാൽ ഇതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് അദ്ദേഹം ആലപ്പുഴയിലെ MP ആണ്, കേരളത്തിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള സ്കോപ്പ് ഉണ്ടെങ്കിൽ ഇവിടേക്കൊരു പദവി നോക്കുക, ഇങ്ങോട്ട് വരിക എന്ന ലക്ഷ്യം തന്നെയാണ് KCക്കുള്ളത്. ഇത് VD സതീശൻ അടക്കമുള്ള I ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളായ രമേശ് ചെന്നിത്തലയ്ക്കും ഒപ്പം തന്നെ ശശി തരൂരിനും ഒക്കെ തന്നെ അറിയാവുന്ന കാര്യമാണ്. ഇത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് KC വേണുഗോപാൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിലാണ് നേരത്തെ ശരത്ത് പറഞ്ഞ പോലെ പവർ ഗ്രൂപ്പ് നേരത്തെ ഉണ്ടായിരുന്ന, VDക്കൊപ്പം ഉണ്ടായിരുന്ന ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കുട്ടത്തിലൊക്കെ തന്നെ ഇപ്പോൾ KCക്കൊപ്പം മാറി. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വന്ന ഭൂരിഭാഗം ഭാരവാഹികൾ അദ്ദേഹത്തിൻ്റെ ആൾക്കാരാണ്. ഇനി DCC അധ്യക്ഷന്മാരെ മാറ്റുമ്പോഴും KCയുമായി ഒപ്പം നിൽക്കുന്നവരായിരിക്കും. അങ്ങനെ പോഷക സംഘടന സംബന്ധിച്ചിടത്തോളം മഹിളാ കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ കൈവശമായി, യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈവശമായി. അങ്ങനെ ഓരോ പോഷക സംഘടനകളും അദ്ദേഹത്തിൻ്റെ കൈവശമാണ്. അങ്ങനെ സംഘടന കൂടുതൽ പിടിക്കാനുള്ള ശ്രമം, അതിൻ്റെ നഷ്ടം സംഭവിക്കുന്നത് VD സതീശനാണ്. VD സതീശൻ അടുത്ത് കുപ്പായം തുന്നി കാത്തിരിക്കുന്ന നേതാവാണ്. കേരളത്തിൽ ഒരു സംഘം നേതാക്കളുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ വ്യക്തമായ കാര്യമാണ്.
അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചേരിതിരിവ് കേരളത്തിൽ ശക്തമാണ്. അതിനൊപ്പമാണ് എന്തുകൊണ്ട് കെ സി വേണുഗോപാൽ വരുന്നത് കേരളത്തിലേക്ക് വരുന്നു എന്നതിനുള്ള ഒരു മറുഭാഗം എന്ന് പറയുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം AICCയിൽ പുനഃസംഘടന ഉണ്ടാകും. അത്രയേറെ ഈ പ്രീതി ഈ നിലവിലുള്ള സാഹചര്യത്തിൽ കെ സി വേണുഗോപാലിന് സോണിയാഗാന്ധിയോടും പ്രിയങ്ക ഗാന്ധിയോടും ഇല്ല. സച്ചിൻ പൈലറ്റിനെ ആ പദവിയിലേക്ക് കൊണ്ടുവരണം എന്ന് നേതാക്കൾ തമ്മിൽ ആലോചന തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ മല്ലികാർജ്ജുന ഖാർഗെയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആരോഗ്യത്തിന് ചില പരിമിതിയുണ്ട്. അതുകൊണ്ട് 3 വർക്കിംഗ് പ്രസിഡന്റുമാരെ കൂടി ഉൾപ്പെടുത്തും. ഇപ്പോഴുള്ള ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന പ്രതാപകാലം കെ സി വേണുഗോപാൽ അസ്തമിക്കാൻ പോകുന്നു എന്ന സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. ശരത്. റൈറ്റ്. കേരളത്തിലെ കോൺഗ്രസിനകത്തെ ഈ പോർവിളികൾ അല്ലെങ്കിൽ ഭിന്നത, പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ, ആ പവർ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള മാറ്റം, ഇതിൻ്റെയൊക്കെ വിവിധങ്ങളായ വശങ്ങളാണ് ഇപ്പോൾ നിർഭൻ സൂചിപ്പിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മാധ്യമങ്ങളിലേക്ക് ഇപ്പോൾ അധികം വന്നിട്ടില്ലാത്തതും വരും ദിവസങ്ങളിലോ ആഴ്ചകളിലോ കുറേ കൂടി സജീവമാകാനിടയുള്ളതുമായ ഒന്നാണ് നിർഭൻ സൂചിപ്പിച്ചത്. ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തൻ എന്ന നിലയിൽ AICCയുടെ ജനറൽ സെക്രട്ടറിയായി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി നിൽക്കുന്ന കെ സി വേണുഗോപാലിനെ സംബന്ധിച്ച് ആ പദവി എത്രമാത്രം സുരക്ഷിതമാണ് എന്നൊരു പ്രശ്നം രൂപപ്പെട്ടിരിക്കുന്നു. അതടക്കം മുന്നിൽ കണ്ടുകൊണ്ടാണ് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനകത്ത്, കേരളത്തിലെ കോൺഗ്രസ് ലീഡർഷിപ്പിലെ ഒന്നാമനാകാനുള്ള ഒരു വലിയ നീക്കം. അതിനനുസരിച്ച് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയിൽ പൂർണ്ണമായും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകളെ തന്നെ അത് ഏൽപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. പ്രസിഡന്റ് ആവട്ടെ, വർക്കിംഗ് പ്രസിഡന്റ് ആവട്ടെ, ആ നിലയിൽ തന്നെ വന്നു. അതുപോലെ തന്നെ KPCC പുനഃസംഘടനയിലും അതുതന്നെ സംഭവിച്ചിരിക്കുന്നു. ഇതാ ഇപ്പോൾ KPCC സെക്രട്ടറിമാരുടെ കരട് ലിസ്റ്റ് തയ്യാറായിട്ടുണ്ട്. അതും ഏതാണ്ട് ജംബോ പട്ടിക തന്നെയാണ്. അതിലും വലിയൊരു ആധിപത്യം കെ സി വേണുഗോപാലിന് സ്വാഭാവികമായും ഉണ്ടാകാനിടയുണ്ട് എന്ന് തന്നെയാണ് വരുന്ന വിവരങ്ങൾ. അപ്പോൾ അങ്ങനെ വരുന്ന കോൺഗ്രസിലെ മാറ്റം അത് VD സതീശനെ എത്രമാത്രം അസ്വസ്ഥപ്പെടുത്തുന്നു എന്ന കാര്യം ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ പരാമർശത്തിലുണ്ട്. കേരളത്തിൽ റെഡ് അലർട്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നലെ KCയുടെ കേരളത്തിലേക്കുള്ള കൂടുതൽ സജീവമായി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഏത് തരത്തിലുള്ള വ്യാഖ്യാനത്തിനും ഇടവരുത്തുന്ന ഒരു വിശദീകരണമായി VD സതീശൻ അത് ഇട്ട് കൊടുക്കുകയായിരുന്നു മാധ്യമങ്ങൾക്ക്. അപ്പോൾ ഇതാണ് കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനത്തെ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു പൊതു സാഹചര്യം എന്നുള്ളത് കൂടിയുണ്ട്.